ഒരിക്കലും ഞാനൊരു വ്ളോഗ് ചെയ്യുമെന്നോ ഒന്നും വിചാരിച്ച ഒരാളൊന്നും അല്ല. ഞാൻ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ ധാരാളം സുഹൃത്തുക്കൾ, അതായത് ഷോപ്പ് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അത് ഫുഡ് ബ്ലോഗിന്റെ മാത്രമല്ല, മൊബൈൽ ഷോപ്പുകളും പല ഷോപ്പുകൾ, തുണിക്കടകളെല്ലാം നമ്മളെ വിളിക്കുന്നുണ്ട്. ചോദിക്കുന്ന ഇതാണ്, പക്ഷേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എല്ലാം ലോക്ക്ഡൗൺ ആണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആൾക്കാർക്ക് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ഷോപ്പിന്റെ റെന്റ്, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയപ്പോഴത്തേക്ക് നമ്മളെ സമീപിക്കുക, എന്ത് ചെയ്യണം, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അന്നേരമാണ് നമ്മളൊരു ഓപ്ഷൻ എടുത്തത്, ഞങ്ങൾ വരാം. നിങ്ങൾ നാട്ടിൽ ഈ അന്ന് വന്ദേ ഭാരതും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നാട്ടിൽ പോകുന്നവരുടെ കയ്യിലും പൈസ കാര്യങ്ങളല്ല. അന്നേരം ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ കുറെ പ്രോഡക്റ്റുകൾ വെച്ചിട്ട്, അത് വാച്ചാണോ പെർഫ്യൂം ആണോ എല്ലാം വെച്ചിട്ട് ഒരു കോംബോ ഓഫറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അന്നേരം നാട്ടിൽ പോകുന്നവർക്കും അതൊരു ഉപകാരമാണ്, ഷോപ്പുകാർക്കും ഒരു കച്ചവടം നടക്കും. കാരണം സ്റ്റോക്ക് ഒന്നും അടിഞ്ഞു കിടക്കത്തില്ല. അങ്ങനെ കുറച്ച് കച്ചവടങ്ങൾ കാര്യങ്ങളായി. അതേപോലെ ഹോട്ടലാണെങ്കിൽ പോലും പല ഹോട്ടലുകളും ആ സമയത്ത് അടയ്ക്കേണ്ട അവസ്ഥകൾ വരെ വന്നു. അങ്ങനെ ഹോട്ടൽ ഫുഡ് ബ്ലോഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് അത് ഇപ്പം അത് അവസാനം ഒരു സോഷ്യൽ വർക്കായിട്ട് തന്നെ ഞാനതിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്.